24 ബിഗ് എക്സ്ക്ലൂസീവ് ഇന്ന് രാവിലെ 24 പുറത്തുവിട്ട വിധി ദിനത്തിൽ രണ്ടാം പിണറായി സർക്കാരിനും CPM-നും നേർക്ക് രാഷ്ട്രീയ ബോംബുമായി വന്ന വാർത്ത. ഇന്ന് കേരളത്തിൽ ആ രാഷ്ട്രീയ വാർത്ത തന്നെയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഇ പി ജയരാജൻ്റെ പുതിയ വെളിപ്പെടുത്തലുകൾ, ഈ ആത്മകഥ, അതായത് പരിപ്പുവടയും കട്ടൻ ചായയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന ആത്മകഥയിൽ ഒരുപാട് കേരള രാഷ്ട്രീയം കണ്ട പല സംഭവങ്ങളും അനാവരണം ചെയ്യുന്നു. അതിലൊക്കെ EPയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പാർട്ടിയും സർക്കാരും തെറ്റിതിരുത്തണം. ഒന്നാം പിണറായി സർക്കാർ ആദരവുണ്ടാക്കി, എന്നാൽ രണ്ടാം പിണറായി സർക്കാരിനോട് ജനങ്ങൾക്ക് താല്പര്യമില്ല, ആദരവ് കുറഞ്ഞിരിക്കുന്നു, പിൻബലം നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന ഈ പുസ്തകം DC ബുക്സ് ഇന്ന് രാവിലെ 10:30 മണിക്ക് പ്രസിദ്ധപ്പെടുത്തും എന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ സാങ്കേതിക നിർമ്മാണത്തിലുള്ള കാര്യങ്ങൾ കാരണം കുറച്ച് ദിവസം നീട്ടിവെക്കുന്നുവെന്ന് DC ബുക്സ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. എന്നാൽ ഈ പുസ്തകം എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുസ്തകത്തിൻ്റെ മിനുക്കുപണികളെല്ലാം കഴിഞ്ഞു. ഈ ആത്മകഥ താൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയാക്കിയിട്ടില്ല എന്ന EP പറയുമ്പോഴും പുസ്തകം DC ബുക്സിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറെടുക്കുകയാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിലുണ്ട്. എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ്. എഴുതിയിടത്തോളമുള്ള കാര്യം, ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇനി ഏതായാലും എൻ്റെ പുസ്തകം അധികം താമസിയാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും. എന്നാൽ EP ആദ്യം നിയമ നടപടി സ്വീകരിക്കേണ്ടത് DC ബുക്സിനെതിരായിട്ടാണ്. അവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഈ പുസ്തകം സംബന്ധിച്ച അറിയിപ്പുകൾ നൽകിയിരുന്നു. ഈ 24 ഇന്ന് രാവിലെ 24 പുറത്തുവിട്ട ഈ വാർത്ത DC ബുക്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് പ്രത്യക്ഷമായും പറയുന്നുമുണ്ട്. DC ബുക്സിനെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് EP ജയരാജൻ പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹത്തിനത് എത്രമാത്രം കഴിയുമെന്നത് കണ്ടറിയാം. സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പുസ്തകത്തിൻ്റെ പ്രസാധനം നീട്ടിവെക്കുന്നു എന്ന DC ബുക്സ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തത്സമയ വിവരങ്ങളുമായി ഈ വാർത്ത ഇന്ന് രാവിലെ 24 പുറത്തുവിട്ട് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരും. ഈ വാർത്തയുണ്ടാക്കിയ പൊല്ലാപ്പുകൾ അനവധിയായിരിക്കും. അതേപോലെ ഈ വാർത്ത വെളിച്ചം പായിക്കുന്ന കുറേ ഇരുണ്ട മേഖലകൾ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അതിലേക്ക് സംസാരിക്കാൻ നമുക്കൊപ്പം B ദിലീപ് കുമാർ, ഹാഷ്മി താജ് ഇബ്രാഹിം, S വിജയകുമാർ, ദീപക് ധർമ്മടം, R ശ്രീജിത്ത്, തനേഷ് തമ്പി എന്നിവർ കൂടി ചേരും. ആദ്യം ഈ വാർത്ത ഇന്ന് രാവിലെ 24 പുറത്തുവിടുകയും ഈ വോട്ടെടുപ്പ് ദിവസം ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ചെയ്ത ഞങ്ങളുടെ സ്റ്റാർ ജേർണലിസ്റ്റ് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുകയാണ്. ടോബി, കൺഗ്രാജുലേഷൻസ്. താങ്കൾ പുറത്തുവിട്ട വാർത്തയാണെന്ന് കേരളം മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ വാർത്ത ഒരു ഇംഗ്ലീഷ് ദിനപത്രം ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തു കൊണ്ടുവന്ന് ആണെന്ന് നാട്ടുകാരോട് പറയാൻ പെടാപ്പാടുപെടുന്ന വാർത്താ ചാനലുകളൊക്കെ നമ്മോട് മത്സരിക്കുമ്പോഴും താങ്കളുടെ വാർത്ത കത്തിപ്പടരുന്നു എന്ന സന്തോഷം ഉണ്ട്. ടോബി ജോൺസൺ, ഈ വാർത്ത നിഷേധിക്കപ്പെടാൻ പറ്റാത്ത യാഥാർത്ഥ്യമായി കൺമുന്നിൽ നിൽക്കുകയും ഈ പുസ്തകം എത്രയും പെട്ടെന്ന് മാർക്കിലെത്തിക്കാൻ DC ബുക്സ് തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് ഇന്ന് EP ജയരാജൻ നമ്മോട് ഉൾപ്പെടെ കാര്യങ്ങൾ പങ്കുവച്ചത്. പറയൂ ടോബി. തീർച്ചയായിട്ടും SKN, എന്തായാലും കേരളത്തിൽ EP ജയരാജൻ വീണ്ടും ഒരു ബോംബ് വർഷിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കേരള രാഷ്ട്രീയത്തിൽ EPയുടെ മറ്റൊരു വെടി പൊട്ടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ EP പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. താൻ ഒരു തരത്തിലും മറ്റൊരു പാർട്ടിയിലേക്കോ BJPയിലേക്കോ ഒന്നും പോകില്ല, താൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ നിലകൊള്ളും എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. അതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിനെതിരെ വന്ന ആ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള ഒരു മറുപടി EP പുസ്തകത്തിലൂടെ നൽകാൻ തീരുമാനിച്ചിരുന്നു. നമുക്കറിയാവുന്നതുപോലെ LDFന്റെ കൺവീനർ സ്ഥാനം നഷ്ടമായത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് ഇന്നലെ വൈകുന്നേരം തന്നെ ഇത്തരമൊരു വാർത്ത പുറത്തു വരാൻ സാധ്യതയുണ്ട് DC ബുക്സിന്റെ വിശ്വാസയോഗ്യമായ ചില കേന്ദ്രങ്ങൾ പറയുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, ഇങ്ങനെ ചില വാർത്ത ഇന്ന് വാർത്താ ചാനലിൽ വന്നേക്കാം എന്നുകൂടി സംശയമുണ്ട്. അപ്പോഴാണ് ഈ വാർത്ത നമ്മൾ ആദ്യമായി പുറത്തുവിടുന്നതും. ഈ വാർത്തയുടെ സോഴ്സ് വിശ്വാസയോഗ്യമാണ് എന്ന് ടോബിക്ക് പറയാൻ കഴിയുമോ?
100% പറയാൻ സാധിക്കും. കാരണം ഇന്നലെ തന്നെ ഇങ്ങനെ ഒരു ബുക്ക് ഡി സിയിലേക്ക്, അതായത് EP എഴുതുന്ന ബുക്ക് ഡി സിയിലേക്കാണ് വന്നത് എന്നുള്ള വിവരം വളരെ നേരത്തെ തന്നെ നമുക്ക് വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് കൃത്യമായി ഡി സിയുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ബുക്കിൻ്റെ എല്ലാ പണികളും പൂർത്തിയാക്കി പ്രസ്സിലേക്ക് ഇന്നലെ രാത്രിയിൽ പോകുമെന്നുള്ള വിവരം വരെ കൃത്യമായി അവർ നമ്മളോട് പങ്കുവച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നൽകിയിരുന്നു. എന്നാൽ പുസ്തകം വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ചില വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഈ വാർത്ത നമുക്കും കൂടി അത് കൃത്യമായി നൽകേണ്ടി വന്നത്. എന്തായാലും ഡി സി ഇക്കാര്യത്തിൽ ഇതുവരെ പറഞ്ഞിരുന്ന, അതായത് എന്നോട് സംസാരിച്ചത് പ്രകാരം ഡി സിയിലെ മുതിർന്ന എഡിറ്റർ അടക്കമുള്ളവരുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഗൂഢാലോചനയൊന്നും തന്നെ നമ്മൾ നടത്തിയിട്ടില്ല, ഞാൻ നടത്തിയിട്ടില്ല എന്ന് എനിക്ക് 100% അടിവരയിട്ട് പറയാൻ സാധിക്കും. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാര്യം കൂടി, നിയമ നടപടി സ്വീകരിക്കുമെന്ന് EP ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആദ്യത്തെ പ്രതി തീർച്ചയായിട്ടും DC ബുക്സും ഒക്കെ ആയിരിക്കും. എന്നാൽ ഈ വാർത്ത പുറത്തുവിട്ട ടോബി ജോൺസൺ 2ാം പ്രതിയും പിന്നെ മുഖ്യ പത്രാധിപർ എന്നുള്ള നിലയിൽ 3ാം പ്രതി ഞാനും പിന്നെ 24 ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പൂർണ്ണമായും ക്യാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോബിയാണ്. നിയമ നടപടികൾ സ്വീകരിച്ചൊരു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ടോബി ഹാജരാക്കപ്പെട്ടാൽ എത്രമാത്രം സ്വന്തം നിലപാട് ടോബിക്ക് ന്യായീകരിക്കാൻ കഴിയും? തീർച്ചയായിട്ടും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ DC ബുക്സിൽ നിന്നും നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്വാധീനമോ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എന്നിലുണ്ടായിട്ടില്ല. എൻ്റെ കോൾ റെക്കോർഡുകൾ അടക്കം പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ഒരു തരത്തിലുള്ള മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങളോ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ ഒരു തരത്തിലുള്ള പുറമേയിൽ നിന്നുള്ള ഭാഗ്യശക്തികൾ ആരും തന്നെ എന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നെനിക്ക് 100% അടിവരയിട്ട് പറയാൻ സാധിക്കും. ഞാൻ ആകപ്പാടെ ബന്ധപ്പെട്ടിട്ടുള്ളത് DC ബുക്സുമായിട്ടാണ്. അതിനപ്പുറത്തേക്ക് മറ്റാരുടെയും ഒരു സ്വാധീനം എൻ്റെ ഈ വാർത്തയിൽ ഉണ്ടായിട്ടില്ല. അവർ തന്ന വാർത്തയാണ്, അവർ തന്ന വിവരങ്ങളാണ് നമ്മുടെ മാധ്യമത്തിലൂടെ നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു കോടതിക്ക് മുന്നിൽ പോയി ഉണ്ടായ സത്യം പറയുന്നതിൽ എനിക്കും ഒരു മടിയില്ല. SKN എന്തായാലും അങ്ങനെ പ്രതി ചേർക്കപ്പെടുകയാണെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ ഞാനും തയ്യാറാണ്. എൻ്റെ വാർത്തയിൽ കൃത്യമായ വ്യക്തതയുണ്ട്. ഒരുപക്ഷേ ഈ പുസ്തകം ഇന്ന് പുറത്തിറക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, DC തയ്യാറായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരില്ലായിരുന്നു. താങ്ക് യു ടോബി. ഇതിൽ പ്രതിയാക്കപ്പെടുകയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കണം, അതിൻ്റെ പിന്നാലെ ഞാനും ഉണ്ടാകും. ടോബി ടെൻഷൻ ആക്കണ്ട. എനിക്കറിയാം ടോബി, യഥാർത്ഥത്തിൽ വി ആർ പ്രൗഡ് ഓഫ് യു. താങ്കളുടെ ജോലി ചെയ്തു, അത് നല്ല കൃത്യമായിട്ട് താങ്കൾ ജോലി ചെയ്തു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ടോബി ജോൺസൺ താങ്കൾ നടത്തിയ പത്രപ്രവർത്തനം തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയം ഓർമ്മിക്കുക തന്നെ ചെയ്യും. ഇത്ര വലിയൊരു ബോംബ് EP നൽകിയതാണെങ്കിൽ പോലും ആ ബോംബ് ഇന്നത്തെ ദിവസം പുറം ലോകത്തെ അറിയിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. താങ്ക് യു ടോബി. ആരൊക്കെ അതിൻ്റെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും ടോബി ജോൺസൺ താങ്കൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ തീർച്ചയായിട്ടും ആ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണെന്ന് വാർത്താ ചാനലുകൾ എന്നുകൂടി അറിയുമ്പോഴാണ് താങ്കൾ ചെയ്ത മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവുക. ഇനി B ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, ഒരുപക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യയിലും ഇത് വന്നിരുന്നു, എന്നാൽ ഇത് ടെലിവിഷൻ ചാനലുകളിൽ ആദ്യമായിട്ട് പുറത്തുവിട്ടത് 24 ആണ്. മാത്രവുമല്ല, വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ ഇതൊക്കെ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം തന്നെ, നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെയാണ് ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. എന്നാൽ താൻ പറഞ്ഞു വെച്ച ആത്മകഥയിലെ പല കാര്യങ്ങളും തനിക്കെതിരെ തിരിഞ്ഞു കൊത്തുമോ എന്നുള്ള സംശയമുള്ളത് കൊണ്ടാണ് EP എന്ന നിഷേധക്കുറിപ്പുമായി വന്നത് എന്നത് പകൽ പോലെ സത്യം. മാത്രവുമല്ല, വരും ദിവസങ്ങളിൽ ഈ പുസ്തകം മാർക്കറ്റിൽ എത്തുമെന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. കാരണം ആ രീതിയിലുള്ള ഉടമ്പടി ക്രമങ്ങളും ഒക്കെ തന്നെ ചെയ്തതിന് ശേഷം തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. DC ബുക്സിനെ പോലെ വളരെ ഖ്യാതി നേടിയ ഒരു പ്രസാധനശാല ഒരിക്കലും ഊഹാപോഹങ്ങൾ വെച്ചൊരു പുസ്തകം പ്രസിദ്ധപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ പുസ്തകം മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു എന്ന അറിയിപ്പ് നൽകാനോ തയ്യാറാകില്ല എന്ന് നമുക്കറിയാം. DC കിഴക്കേ മുറി എന്ന ദീർഘദൃഷ്ടിയായ ഒരാളിൻ്റെ സ്ഥാപനമാണ് ഈ DC ബുക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ തലപ്പത്ത് ഇപ്പോൾ DC രവിയാണ്. അവരെല്ലാം തന്നെ വളരെ അടിമുടി പ്രൊഫഷണലുകളായിട്ടുള്ള പ്രസാധകരാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തക പ്രസാധനം വളരെ ശാസ്ത്രീയമായി പ്രൊഫഷണൽ സമീപനത്തോടെയാണ് അവർ ചെയ്തിട്ടുണ്ടാകുക എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. അവരുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ. ഓവർ ടു B ദിലീപ് കുമാർ. SKN, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് DC ബുക്സ് തന്നെയാണ്. കാരണം ഏതാണ്ട് ഇപ്പോൾ 14 മണിക്കൂറാകുന്നു DC ബുക്സ് അവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിൽ ഈ കാര്യം അറിയിച്ചിട്ട് ഈ പുസ്തകത്തിൻ്റെ കവർച്ചട്ട ഉൾപ്പെടെ DC ബുക്സ് EP ജയരാജനെ ടാഗ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റാണ് ഇട്ടിരുന്നത്.
കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദമുണ്ടാക്കാവുന്ന വിവാദ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പുസ്തകം EP ജയരാജൻ്റെ ആത്മകഥ ഉടൻ പുറത്തിറങ്ങുന്നു എന്ന നിലയിൽ ആ ചിത്രം ഉൾപ്പെടെ പുസ്തകത്തിൻ്റെ പുറംചട്ട ഉൾപ്പെടെ ടാഗ് ചെയ്തുകൊണ്ടാണ് അവർ ഈ വാർത്ത ആദ്യം DC ബുക്സ് പുറത്തുവിടുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം ഈ പുസ്തകത്തിലെ ഉള്ളടക്കം എന്താണ് എന്നതാണ്. അതിലെ ഉള്ളടക്കം ഈ DC ബുക്സ് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ അത് ഉൾപ്പെടുത്തിയിരുന്നില്ല. വരാൻ പോകുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള അറിയിപ്പ് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം എന്ന നിലയിൽ മാത്രമായിരുന്നു DC ബുക്സ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കണ്ടത്. പുസ്തകം ഇന്ന് പുറത്തിറങ്ങിയേക്കും എന്ന അഭ്യൂഹവും വളരെ ശക്തമായിരുന്നു. കോട്ടയം റിപ്പോർട്ടർ ടോബി ജോൺസൺ ഇതേ തുടർന്ന് ഇന്നലെ രാത്രി തന്നെ ബന്ധപ്പെടുകയും ഈ പുസ്തകത്തിൻ്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളടക്കം പരിശോധിച്ച് വരികയാണ് എന്ന കാര്യം ടോബി ജോൺസൺ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്ത നൽകി. പക്ഷേ ആ വാർത്തയിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നേരത്തെ EP ജയരാജൻ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരാമർശങ്ങൾ, അക്കാര്യത്തിലൊക്കെ എന്താണ് EP ജയരാജന് പറയാനുള്ളത്, അതോടൊപ്പം തന്നെ സരിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടാകുമോ? കാരണം ഇതൊരു ആത്മകഥയാണ് എന്നാണ് EP ജയരാജൻ പറഞ്ഞിരുന്നത്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം CPIMൻ്റെ പ്രവർത്തനങ്ങളിൽ കണ്ണൂർ ജില്ലയിലൊക്കെ അദ്ദേഹം ചില പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പിലടക്കം അദ്ദേഹം എത്രത്തോളം സജീവമായിരുന്നു എന്ന കാര്യമൊക്കെ സംശയമാണ്. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം സാധാരണഗതിയിൽ പരാമർശിക്കേണ്ടതില്ല, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉണ്ടാകേണ്ടത് എന്നായിരുന്നു നമ്മുടെയൊക്കെ ഒരു നിഗമനം. പക്ഷേ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് EP ജയരാജൻ ഈ പുസ്തകത്തിൽ 3 ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയും എന്ന ശീർഷകത്തിൽ ഒരു അധ്യായം തന്നെ എഴുതിയിട്ടുണ്ട്. ആ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അത് പേജ് 177 ഈ അധ്യായമുള്ളത്. അതിൽ പറയുന്നത്, സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിൻ്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത്. വോട്ടെടുപ്പിന് മുമ്പ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായേക്കാം. ഏതായാലും അത് കഴിഞ്ഞാകും എന്നുള്ളതുകൊണ്ട് തുറന്നു പറയാമല്ലോ എന്നാണ് ആ അധ്യായം തുടങ്ങുന്നത്. അതായത് ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഈ പുസ്തകം പുറത്തിറങ്ങില്ല എന്ന കാര്യം EP ജയരാജൻ ഏറെക്കുറെ ഉറപ്പായിരുന്നു. അത് അങ്ങനെ പുറത്തിറങ്ങുകയാണെങ്കിൽ അത് വിവാദമാകുമെന്ന കാര്യം EP ജയരാജൻ തന്നെ ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ഈ പുസ്തകം പുറത്തിറങ്ങുന്നത് എന്നതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. അത് P സരിൻ്റെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങളിൽ EP ജയരാജൻ തൻ്റെ നിലപാട് ഈ അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അവസരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ P സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും പറയേണ്ടതുണ്ടല്ലോ. UDF സ്ഥാനാർത്ഥിയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ ഇരുട്ടി വെളുക്കും മുമ്പ് LDFൻ്റെ സ്ഥാനാർത്ഥിയായി മറുകണ്ഠം ചാടി എത്തിയിരിക്കുന്നു എന്ന കാര്യവും, അതോടൊപ്പം തന്നെ ചേലക്കരയിൽ PV അൻവറിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം അത് LDFന് ദോഷം ചെയ്യും എന്ന തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ ഈ അധ്യായത്തിൽ EP ജയരാജൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനുശേഷം, ഈ വിവാദമായതിനു ശേഷം, 24 ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം, പുസ്തകത്തിലെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഉള്ളടക്കം എന്താണ് എന്ന കാര്യം പുറത്തു വന്നതിന് ശേഷം ഒരുപക്ഷേ EP ജയരാജൻ DC ബുക്സിൻ്റെ ഉടമ രവി DC-യുമായി ബന്ധപ്പെട്ടിരിക്കാം. അതിനുശേഷമാണ് മറ്റൊരു പോസ്റ്റ് DC ബുക്സിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അവർ പറയുന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രസാധനം നീട്ടിവെച്ചിരിക്കുന്നു എന്നാണ്. അതായത് പ്രകാശനം ചെയ്യുന്നു എന്നല്ല, ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് കുറച്ചുകൂടി നീട്ടിവെച്ചിരിക്കുന്നു എന്ന നിലയിലുള്ള ഒരു പ്രതികരണം. അത് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് പുസ്തകം ഉടൻ പ്രസിദ്ധീകരിക്കും എന്ന് തന്നെയാണ് DC ബുക്സ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇത് വിവാദമായത് EP-ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ കരുതേണ്ടത്. കാരണം പുസ്തകം പുറത്തിറക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലയിൽ DC ബുക്സ് ഇപ്പോൾ ഒരു പുതിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചൊക്കെ പുസ്തകം പുറത്തിറങ്ങുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ, വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന കാര്യവും DC ബുക്സ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയൊരു രാഷ്ട്രീയ ബോംബാണ് ഉപതെരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജൻ്റേതായി പുറത്തു വന്നത്. ആ ബോംബ്, EP ജയരാജൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള, ആത്മകഥയെക്കുറിച്ചുള്ള ആ ബോംബ്, അതിൻ്റെ ഉള്ളടക്കം പുറത്തുവിട്ടിരിക്കുന്നത് 24 ആണ്. SKN. ഓക്കെ, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് രാവിലെ ടോബി ജോൺസൺ 24 വഴി പുറത്തുവിട്ട വാർത്തയാണ് കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. EP ജയരാജൻ്റെ ആത്മകഥ, അതിലെ ഉള്ളടക്കമാണ് ഇന്ന് പുറത്തുവിട്ടത്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ലാളിത്യത്തിനും സത്യസന്ധതയ്ക്കും പ്രതീകമായി മാറിയ പരിപ്പുവടയും കട്ടൻ ചായയും ഒക്കെ തന്നെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പരിപ്പുവടയും കട്ടൻ ചായയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന
എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആത്മകഥയുടെ ചില ഭാഗങ്ങളാണെന്ന് 24 പുറത്തുവിട്ടത്. ഞങ്ങളുടെ കോട്ടയം പ്രതിനിധി ടോബി ജോൺസൺ ആയിരുന്നു ഈ വാർത്ത പുറത്തുവിട്ടത്. ഇപ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഉദുമയിലാണ് ഇപ്പോൾ ഇ പി ജയരാജനുള്ളത്. അദ്ദേഹം അവിടുത്തെ CPM-ൻ്റെ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നു. ഹാഷ്മി, ഈ പുസ്തകം ഉണ്ടാക്കാൻ പോകുന്ന പൊല്ലാപ്പ് പാർട്ടിക്ക് ചില്ലറയായിരിക്കില്ല. അതേസമയം നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് CPM അനുഭാവികളും പ്രവർത്തകരും ഒക്കെ തന്നെ നമ്മളെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ വാർത്തകൾ ചെയ്യുക നമ്മുടെ ജോലിയാണ്. അതിപ്പോൾ നമുക്ക് CPM-ഓ കോൺഗ്രസ്സോ നമുക്ക് നോക്കാൻ കഴിയില്ല. നമ്മൾ പണം വാങ്ങിയിട്ടാണോ ചെയ്യുന്നത്, ഫേക്ക് ന്യൂസ് അല്ലെ, ഇങ്ങനെ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. പറയൂ ഹാഷ്മി. SK, ഞാനൊരു ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടില്ല എന്നെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ടോബി പറയുന്നത് കുറച്ചൊരു സങ്കടത്തോടെയും വേദനയോടെയും കേട്ടു നിൽക്കുകയായിരുന്നു. SK, ഞാൻ കാര്യം അധിക നാളായിട്ടില്ല. നമ്മൾ ആ കൊടകര കുഴൽപ്പണ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു മൊഴി പുറത്തുവിട്ടത് 24 ആണ്. അന്നും സമാനമായ രീതിയിൽ AKG സെന്ററിന്റെ തിരക്കഥ, ഗൂഢാലോചന, പണം വാങ്ങി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നമ്മൾ കേട്ടു. അത് നമ്മുടെ ഒരു വിധിയാണോ എന്ന് ചോദിച്ചാൽ വിധിയാണ്. പക്ഷേ അത് കേൾക്കുന്നതുകൊണ്ട് നമുക്ക് വാർത്ത ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ അന്നൊക്കെ പറയുന്നത് പോലെ മാധ്യമപ്രവർത്തകരാണ്. നമ്മുടെ കണ്ണും കാതും വാർത്തകൾക്കായി ദാഹിച്ചുകൊണ്ട്, വാർത്തകൾക്കായി കൊതിച്ചുകൊണ്ട് എപ്പോഴും തുറന്നിരിക്കും. ആ തുറന്നിരിക്കുന്ന കണ്ണിലേക്കും കാതിലേക്കും വാർത്തകൾ ഒന്ന് കയറാറാണ് പതിവ്. അതിപ്പോൾ ഗൂഢാലോചനയെന്നോ പണം വാങ്ങിയെന്നോ ഒക്കെ വെറുതെ വ്യാജം പറഞ്ഞാൽ, വെറുതെ ആരോപണം ഉന്നയിച്ചാൽ ആ വാർത്താ പ്രവാഹം നിലയ്ക്കാൻ പോകുന്നില്ല. SK, അത് നിലയ്ക്കില്ല. അപ്പോൾ അതുപോലൊരു വാർത്തയാണ്. ആ വാർത്ത ഉറപ്പായും അതൊരു പൊളിറ്റിക്കൽ ബോംബാണ് എന്ന് ഉറപ്പായും നിസ്സംശയം പറയാം. അതിനുള്ള സമാനതകൾ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ VS ഒരുപക്ഷെ KK രമയെ കാണാൻ പോയതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ക്രൂഷ്ടായ മണിക്കൂറിൽ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചതും ഒക്കെ തന്നെയാകണം. ആ വാർത്ത അതാ ഞാനിപ്പോൾ നിൽക്കുന്ന വയനാടടക്കം, ചേലക്കരയടക്കം, പാലക്കാടടക്കം രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പ്രചരണവേദിയിൽ ഇനി വരും ദിവസങ്ങളിൽ ആഞ്ഞു കത്താൻ പോകുന്ന ഒരു വാർത്താ നറേറ്റീവായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം SK, DC ബുക്സ്, മാതൃ ബുക്സ് പോലുള്ള ഇപ്പോൾ അതിനെ തോന്നിവാസം മര്യാദകേട് എന്നൊക്കെയാണ് ഇ പി ജയരാജൻ വിശദീകരിച്ചത്. അങ്ങനെ തോന്നിവാസത്തിൽ മര്യാദകേട് കാണിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അനുവാദമില്ലാത്തൊരു ബുക്ക് ആത്മകഥ, അതും EPA പോലൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസാധക സ്ഥാപനമല്ല DC, അവരത് സ്ഥിരീകരിക്കുന്നു. കാര്യം ഇന്നിപ്പോൾ 10:00 പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനം എന്തായാലും ഇ പി ജയരാജൻ അറിയാതെ എന്തായാലും ഉണ്ടാവില്ല. നോക്കണം SK, ഇതുപോലെ ഏറ്റവും ക്രൂഷ്യലായ ഒരു ബൈ ഇലക്ഷൻ ദിവസം, ഉപതെരഞ്ഞെടുപ്പ് ദിവസം EPയുടെ ഇത്രത്തോളം സ്ഫോടനാത്മകമായി വെളിപ്പെടുത്തലുള്ള പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്ന ആ ഇലക്ഷൻ ദിവസം തന്നെയാണ്. അതെന്തായാലും DC മാത്രം തീരുമാനിക്കുന്നതല്ല, അത് ഉറപ്പായും EP കൂടി ആണ് നമുക്കൊപ്പം ചേർന്നത്. ഇനി ബി ദിലീപ് കുമാർ കൂടി ചേരുന്നു. ഈ 181 പേജുള്ള ഒരു പുസ്തകമാണ് വിപണിയിലേക്ക് വരാൻ പോകുന്നത്. ഇ പി ജയരാജൻ എഴുതിയ പുസ്തകമാണ്. കട്ടൻ ചായയും പരിപ്പ് വടയും, നല്ല കോമ്പിനേഷനാണ് അത്. അപ്പോൾ ഈ കോമ്പിനേഷൻ്റെ ഉള്ളിൽ ഒരുപാട് തീപ്പൊരികൾ അമർന്നു കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ കടന്നു പോകാൻ ഭാഗ്യമുണ്ടായ ഞങ്ങളുടെ രാഷ്ട്രീയ നിരീക്ഷകൻ ബി ദിലീപ് കുമാർ വീണ്ടും ചേരുന്നു. ദിലീപ്, കേരള രാഷ്ട്രീയത്തിൽ താൻ കടന്നു വന്ന വഴികളിൽ, കാരമുള്ളകൾ നിറഞ്ഞ വഴികളിൽ എന്താണ് സംഭവിച്ചത് എന്ന സത്യസന്ധമായ പ്രഖ്യാപനത്തിന് കൂടി ഇ പി ജയരാജൻ ഈ പുസ്തകത്തിൽ തയ്യാറാകുന്നു എന്നതും മറ്റൊരു കാര്യമാണ്. ഇതിൻ്റെ ഏടുകളിൽ പറഞ്ഞും പറയാതെയും കിടക്കുന്ന കാര്യങ്ങളിലേക്ക് താങ്കൾക്ക് എന്താണ് പറയാൻ കഴിയുക? SKN, വിവാദങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം ഇ പി ജയരാജൻ തൻ്റെ നിലപാട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്ന, അതായത് വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ ഈ കണ്ടൽ പാർക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ വിവാദങ്ങൾ, മന്ത്രിയായിരുന്നപ്പോൾ നാവുപിഴ വന്ന, അതായത് ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി മരിച്ചപ്പോൾ അതേക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞ മാധ്യമത്തോട് മുഹമ്മദ് അലിയെക്കുറിച്ച് നടത്തിയ പ്രതികരണം, അത് ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി എന്ന് കരുതിയായിരുന്നില്ല താൻ ആ പ്രതികരണം നടത്തിയത്, മറിച്ച് തൻ്റെ നാട്ടുകാരനായ ഒരു വോളിബോൾ താരം മുഹമ്മദ് അലി ആയിന് എന്ന തരത്തിലായിരുന്നു താൻ ആ നിലയിൽ ആ വിഷയത്തിൽ പ്രതികരിച്ചത്. മാധ്യമങ്ങളോട് എടുത്തുചാടി പ്രതികരിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഇതെന്നാണ് ഈ പുസ്തകത്തിൽ ഇ പി ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ ഉണ്ടായിട്ടുള്ള KSIDCയിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അക്കാര്യത്തിൽ നിയമപരമായി മാത്രമാണ് താൻ നീങ്ങിയതെന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം ഈ പുസ്തകത്തിൽ പറയുന്നത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. സ്ഥാനാർത്ഥി നിർണയം ശരിയായിരുന്നോ എന്ന കാര്യം പരിശോധിക്കണം CPIM എന്ന കാര്യം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പാലക്കാടും കോഴിക്കോടും പത്തനംതിട്ടയിലും ട്രേഡ് യൂണിയനിലും അതോടൊപ്പം തന്നെ ബഹുജന സംഘടനാ രംഗത്തുമൊക്കെ പ്രഗത്ഭരായവരെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ അവർക്ക് മണ്ഡലത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കണം. പുതിയ ആൾക്കാരെ കൂടുതലായി കണ്ടെത്തേണ്ടതുണ്ട് എന്ന കാര്യം, ജനപ്രീതിയുള്ളവരെ കണ്ടെത്തേണ്ടതുണ്ട് എന്ന കാര്യം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ബോണ്ട് വിവാദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് ബോണ്ട് സ്വീകരിച്ചതിൽ തെറ്റായി താൻ ഒന്നും ചെയ്തിരുന്നില്ല. ബോണ്ട് വിവാദത്തിലും വ്യവസായി
VM രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ പരസ്യം വാങ്ങിച്ചതിലും താൻ തെറ്റു ചെയ്തിരുന്നില്ല. അക്കാര്യം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നതാണ്. അതിനുശേഷമാണ് ഈ ബോണ്ടും അതോടൊപ്പം തന്നെ പരസ്യം വാങ്ങുന്നതിനുമൊക്കെയുള്ള തീരുമാനമെടുത്തത് എന്നത് ഇതിൽ പറയുന്നുണ്ട്. പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിക്ക് കൂടുതൽ പ്രൊഫഷണലിസം വരേണ്ടിയിരിക്കുന്നു. പകരം നേതാക്കളുടെ ചിത്രങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് അവരുടെ വാർത്തകൾ നിറച്ചുകൊണ്ട് അത് ഈ നേതാക്കളെ പ്രീതിപ്പെടുത്താം എന്ന് കരുതുന്ന ചിലരെങ്കിലുമുണ്ട്. അത് മാറ്റേണ്ടതുണ്ട്. അത് മാറ്റണമെന്ന് പാർട്ടി തന്നെ അനുമതി നൽകിയിട്ടും ചിലർ അതിൽ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ല എന്ന കാര്യം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ പുസ്തകത്തിൽ പറയുന്നത് ജീവിതാന്ത്യം വരെ താൻ ചെങ്കോടിത്തണലിലായിരിക്കും എന്ന തലക്കെട്ടിൽ ഒരു അധ്യായമുണ്ട്. ആ തലക്കെട്ടിലുള്ള അധ്യായത്തിലാണ് ഈ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയുന്നത്. പ്രകാശ് ജാവ്ദേക്കർ തന്നെ സന്ദർശിച്ചത് ദല്ലാൽ നന്ദകുമാറുമൊത്താണ്. അവിടെ എത്തുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിരുന്ന ഒരു സന്ദർശനമായിരുന്നു. മകൻ്റെ ഫോണിലേക്കാണ് ഇവർ വിളിച്ചത്. പക്ഷേ മകൻ ഈ ഫോൺ എടുത്തിരുന്നില്ല. എന്നാൽ അപ്രതീക്ഷിതമായി അവർ വീട്ടിലേക്ക് കയറി വരികയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞത് താൻ രമേശ് ചെന്നിത്തലയെയും PK കുഞ്ഞാലിക്കുട്ടിയെയും ബിനോയ് വിശ്വത്തെയും കണ്ടിട്ടാണ് ഇവിടേക്ക് വരുന്നതെന്നാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള നേതാവ് എന്ന നിലയിലായിരുന്നു സന്ദർശനമെന്നും പറയുന്നുണ്ട്. മറ്റൊന്ന് ഇൻഡിഗോ വിമാനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ്. ഇൻഡിഗോ വിമാനം അദ്ദേഹം നേരത്തെ മുഖ്യമന്ത്രിയുമായി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടാവുകയും പിന്നീട് EP ജയരാജന് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ സംഭവങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേ തുടർന്ന് EP ജയരാജൻ പിന്നീട് ഈ ഇൻഡിഗോ വിമാനത്തിൽ ഇനി കയറില്ല എന്ന കാര്യവും പറഞ്ഞിരുന്നു. പക്ഷേ സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയത് ഇൻഡിഗോ വിമാനത്തിലാണ്. അതേക്കുറിച്ച് അദ്ദേഹം പറയുന്നത് തൻ്റെ നിലപാട് ശരിയായിരുന്നു, പക്ഷേ എക്കാലവും ആ നിലപാടിൽ തന്നെ നിൽക്കണം എന്ന് ശഠിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് താൻ നിലപാട് മാറ്റിയത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദപ്രകാരമായിരുന്നു ഇൻഡിഗോ അന്ന് അത്തരത്തിലൊരു നിലപാടെടുത്തത്. അങ്ങനെ താനുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളെയും പരാമർശിച്ചുകൊണ്ട് അതിനൊക്കെ ഒരു മറുപടി എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ആത്മകഥ എഴുതിയിട്ടുള്ളത്. SKN. താങ്ക് യു. ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളും ഒരുപക്ഷെ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പരിപ്പൂടെയും കട്ടൻ ചായയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം, പഴയകാല കമ്മ്യൂണിസ്റ്റുകൾ അനുവർത്തിച്ച ഈ കാര്യങ്ങളൊക്കെ തന്നെ പുതിയ ആർഭാട കാലത്തിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകൾ കൊണ്ടു നടക്കുന്നതെന്ന് കൂടി ഈ പുസ്തകം അനാവരണം ചെയ്യുന്നു. ഈ പല യാഥാർത്ഥ്യങ്ങളിലേക്കും ചൂട്ടുപിടിക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ ഈ പുസ്തകത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ 6:50 ടോബി ജോൺസണാണ് 24 വഴി പുസ്തകത്തിൻ്റെ വിശദാംശങ്ങൾ ആദ്യമായി മലയാളം ടെലിവിഷനിൽ പുറത്തു